അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലെ വയനാടിൽ വലിയ ഉരുൾപൊട്ടൽ കൊണ്ട് വലിയ അപകടം സംഭവിച്ചു. നൂറുകണക്കിന് ആളുകൾ അവിടെ മരണപ്പെടുകയാണ്. മരണപ്പെട്ട കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യന്മാരുണ്ട്, മുജാഹിദുകളുണ്ട്, സലഫികളുണ്ട്, സുന്നികളുണ്ട്. പല ആളുകളും അതിൽ മണ്ണിൻ്റെ അടിയിൽ പെട്ട് വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ ആളുകളുണ്ട്. എല്ലാവർക്കു വേണ്ടിയും സഹായവുമായി പ്രാർത്ഥനയുമായി ലോകം എത്തുകയാണ്. അവിടെ ജാതി മതമോ സംഘടനയോ ഒന്നും നോക്കാതെ കേവലം മനുഷ്യരാശിയാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തിലുള്ള ആളുകൾ പ്രാർത്ഥനയും സഹായവുമായി എത്തുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഒരു വീഡിയോ കാണാൻ സാധിച്ചത്. അതൊരു മുജാഹിദ് മൗലവിയുടെ ഒരു വീഡിയോ ആണ്. അദ്ദേഹം ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാണ്, കേരളത്തിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട കടലുണ്ടി തങ്ങളുടെ മഅദിൻ എന്ന് പറയുന്ന സ്ഥാപനം. അവിടത്തേക്ക് വെള്ളം വരികയും ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഈ മുജാഹിദ് മൗലവി പറയാണ്, ഒഴുകിപ്പോകുന്ന കൂട്ടത്തിൽ ആ മഅദിനും കൂടി ഒഴുകിപ്പോയാൽ എത്ര നന്നായിരുന്നു എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊരു മനുഷ്യനിക്ക് പറയാൻ പറ്റുന്ന വാക്കാണോ? നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, പിന്നീട് ഞാൻ ബാക്കി വിഷയം പറയാം. വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവാണേ. ആൾക്കാരെ കണ്ടോളി. നേതൃത്വത്തില് അത് ഞാൻ വിശദമായി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ഒരു മനുഷ്യനിക്ക് പറയാൻ പറ്റുന്ന വാക്കാണോ? അദ്ദേഹം ഒരു മനുഷ്യനാണോ? മനുഷ്യനാണോ അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിനെ പറ്റി ചോദിക്കാനുള്ളത്. ലോകമെമ്പാടും ഈ അപകടത്തിനെ പറ്റി, ഈ വെള്ളപ്പൊക്കത്തിനെ പറ്റിയും ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചും ലോകമെമ്പാടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെയും ദുഃഖം രേഖപ്പെടുത്തുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ അത്തരം വാക്കുകൾ ഒരു മനുഷ്യന്റെ പക്കൽ നിന്ന് സംഭവിക്കാൻ പറ്റുമോ? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും ആ സമയത്ത് സഹായ ഹസ്തവുമായിട്ടാണ് വരുന്നതെങ്കിൽ ഇത്തരം മുജാഹിദ് വഹാബികളുടെ ചിന്ത എത്രമാത്രമാണ്. ഇദ്ദേഹം ഒരു മുജാഹിദിന്റെ ഒരു വാക്കല്ല, ആ വഹാബിസത്തിന്റെ ഭീകര മുഖങ്ങളെയാണ് അത് തുറന്നു കാണിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. വഹാബിസം ആശയം പഠിപ്പിക്കുന്നത് എന്താണ്? ഇതിന്റെ മുമ്പും പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അതല്ലേ ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു മൗലവി സുന്നി കുട്ടികൾ ജനിക്കുമ്പോൾ ആ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്നും എന്ന് പറഞ്ഞ പ്രസംഗിച്ച വഹാബി സമുദായക്കാരല്ലേ ഇവർ? അതൊരു ബാലുശ്ശേരിന്റെ വാക്കിൽ നിന്ന് മാത്രമല്ല വന്നത്. അദ്ദേഹത്തിന്റെ അനുയായികളാകുന്ന വഹാബികളുടെ ആശയമാണ് അവരുടെ മനസ്സിൽ നിന്ന് പുറത്തു വരുന്നത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകൾ അങ്ങേ അറ്റത്തെ രോഗബാധിതനായി കിടക്കുമ്പോൾ ലോകത്തിലുള്ള മുഴുവനും പണ്ഡിതന്മാരും പ്രാർത്ഥനയുമായി വരുമ്പോൾ ആ സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ച് ഈ ബാലുശ്ശേരി പറഞ്ഞതെന്താ? ആ ഭയാനകമായ വിഷമിക്കുന്ന ആ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് പോലും സുൽത്താനുൽ ഉലമയെ വളരെ നിജമായ ഒരു വാക്കാണല്ലേ ഈ ബാലുശ്ശേരി ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു മനുഷ്യനിക്ക് പറയാൻ പറ്റുന്ന വാക്കാണോ? മനുഷ്യനിക്ക് പറയാൻ പറ്റുന്ന വാക്കാണോ ആ ബാലുശ്ശേരി ഉപയോഗിച്ചിട്ടുള്ളത്? അതേപോലെ തന്നെ ഈ വഹാബിയും പറഞ്ഞത് എങ്ങനെയാണ്? ഒഴുകിപ്പോകുന്ന കൂട്ടത്തിൽ ഈ പ്രളയത്തിൽ മഅദിൻ ഒഴുകിപ്പോയാൽ എത്ര നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്നത് യതീമക്കളല്ലേ? അവിടെ പഠിക്കുന്നത്
ഇസ്ലാമിൻ്റെ ഖുർആനും ഹദീസും ഫിഖ് മസലകളും പഠിക്കുന്ന 24 മണിക്കൂറും റബ്ബിൻ്റെ ദീന് പഠിക്കുന്ന ആലിമീങ്ങളല്ലേ, അവരൊക്കെയും ഒഴുകിപ്പോകണം എന്നല്ലേ ആശയം വരുത്തുന്നത്? എങ്ങനെയാണ് ആ മനസ്സിൽ നിന്ന് അത് വന്നു ആ വാക്ക് എന്നുള്ളത് ഒരു മനുഷ്യനിക്കത് പറയാൻ പറ്റുമോ? എവിടെയാണ് വഹാബിസം മനസ്സിലാക്കേണ്ടത്? മുത്തയിടം കാസിമി തുറന്നു പറഞ്ഞ ആശയങ്ങൾ അത് വെറുതെയല്ല. മുത്തയിടം കാസിമി എന്താ പറഞ്ഞത്? വഹാബിസത്തിൻ്റെ ഭീകര മുഖങ്ങളെ കേരളത്തിൽ ഉടനീളം അദ്ദേഹം തുറന്നു കാണിച്ചു. അദ്ദേഹം തുറന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കാൻ ഒരു ഉമ്മ പെറ്റ മകനുണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. ഇന്നുവരേക്ക് വഹാബിക്ക് അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എത്ര ആലിമീങ്ങളെയാണ് കൊന്നുകളഞ്ഞതവർ. സൗദിയുടെ ഭരണം അവരുടെ കയ്യിലായപ്പോൾ എത്ര ആലിമീങ്ങളെയും ആണ് അവർ കൊന്നുകളഞ്ഞത്. ഇതാണ് വഹാബിസം പഠിപ്പിക്കുന്നതെങ്കിൽ ഈ ആശയത്തിന് ആരാ ഉൾക്കൊള്ളേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിയ മില്ലത്തുഹും. ഓ നബിയെ, നസ്രാനികളും യഹൂദികളും അവരുടെ മതത്തെ പിൻപറ്റുന്ന കാലത്തോളം തങ്ങളോട് അവർ തൃപ്തി ഉണ്ടാവുകയില്ല. തങ്ങളുടെ ആശയത്തിലും ഇസ്ലാമിന് അവർ തൃപ്തിപ്പെടുകയില്ല അവരുടെ മതത്തെ പിൻപറ്റുന്ന കാലത്തോളം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഇവരുടെ ആശയം തന്നെ? എങ്ങനെയല്ലേ? ഒരു കാലഘട്ടത്തിൽ വഹാബികളായ ആളുകൾ കാന്തപുരം ഉസ്താദ് അവർക്ക് ഒരു കത്തയക്കുകയാണ്. എന്താണ് ആ കത്തിലുള്ളത്? മുസ്ലിം ഐക്യവേദി എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളും അതിൽ മുസ്ലിം ഐക്യവേദി കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒന്നിക്കണം ആ ഐക്യവേദിയിൽ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആ വഹാബികൾക്ക് തിരിച്ചു കത്തയക്കുകയാണ്. നിങ്ങൾ മുസ്ലിം ഐക്യവേദി എന്നുള്ള സംഘടന ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്നാൽ ആദ്യമായി ഞങ്ങൾ മുസ്ലിമാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. എന്നാൽ നിങ്ങളുടെ മുസ്ലിം ഐക്യവേദിയിൽ ഞങ്ങൾ ചേരാമെന്ന് സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് തിരിച്ച് കത്തയച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആ കത്തിനിക്ക് മറുപടി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഉലമാക്കൾ പറഞ്ഞതും അവർ വിശദീകരിച്ചതും എവിടെയാണ്? ഇത് ഒരു മുജാഹിദിൻ്റെ വാക്കുകളല്ല, അവരുടെ ഉള്ളിൽ പഠിപ്പിക്കുന്ന ആശയങ്ങളാണത്. ചീഞ്ഞു നാറിയ ഭീകര മുഖങ്ങളാണ് അവരുടെ പക്കൽ നിന്ന് കാണുന്നത്. അതുകൊണ്ടല്ലേ ഉലമാക്കൾ പറഞ്ഞത്, ലാ തുജാലിസ് മഅ സ്വാഹിബിൽ ബിദ്അ, പുത്തനാശയക്കാരോട് കൂടി നീ ഇരിക്കേണ്ട മകനെ. ഫഇന്നി അഖാഫു അലൈക അൻ തൻസില അലൈക്കൽ ലഅന, അവർക്ക് ലഅനത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കും ലഅനത്ത് ഇറങ്ങല്ല ഞാൻ പേടിക്കുന്നു. ഇവിടെയാണ് മനസ്സിലാക്കണം, ഇത്തരം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഹദാദ് റാത്തീബ് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുതുബിയത്തും അതുപോലെ തന്നെ റാത്തീബും മാലയും മൗലിദുമൊക്കെയും ഇത്തരം അപകട മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പല രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഹിദായത്ത് നൽകുമാറാകട്ടെ.